This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പയ്യന്നൂർ മണ്ഡലം എംഎൽഎ വി കുഞ്ഞികൃഷ്ണന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പണിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രവീൺ കെ ഡി, ലീന വില്യം, ലളിത ബാബു, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവരും വിവിധ പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ധനകാര്യമന്ത്രി ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ റോഡ് വികസനവും പാലം വികസനവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയ കാര്യങ്ങൾ കടം വാങ്ങിയിട്ടാണ്. ആ കടം തീർക്കാനുള്ള ബാധ്യത ഇപ്പോൾ ഞങ്ങളുടെ മേലെയാണ് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. കടം വാങ്ങിയെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ പലിശക്കാണ് കിഫ്ബി കടം വാങ്ങിയത് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി. 9.5% കിഫ്ബി കടം വാങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ സൂചിപ്പിച്ചത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാക്സിമം ലഭിക്കുന്നത് 8, 8.5, 9% വരെ പലിശയാണ്. അപ്പൊ ജനങ്ങൾ അവരുടെ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ പലിശ നൽകിക്കൊണ്ടാണ് ഈ കടം വാങ്ങിയത്. ആ കടം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ ആ കടബാധ്യത മുഴുവൻ പുതിയ ഗവൺമെന്റിന്റെ തലയിൽ ആണ് എന്ന് ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഠിക്കാൻ സാധിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ഇടപെടൽ നമുക്ക് നടത്താം. എത്രത്തോളം അത് പരിഹരിക്കപ്പെടും എന്നതിൽ ഒരു പൂർണ്ണ തൃപ്തി ഇപ്പോഴും മാനസികമായി ഇല്ല. നമുക്കതിൽ ഇടപെടാം എന്നത് മാത്രമാണ്. സ്കൂളുകളുടെ അവസ്ഥ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്നുടനെ പ്രാപ്പോയിൽ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. ചുണ്ട സ്കൂളിൽ അടുത്ത ദിവസം പോകുന്നുണ്ട്. സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലത്തിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിൽ നിന്നും അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് സംബന്ധിച്ച്, ലാബ് സൗകര്യം ഇല്ലാത്തത് സംബന്ധിച്ച്, കമ്പ്യൂട്ടറുകൾ എത്രയോ വർഷത്തെ പഴക്കമുള്ളതാണ് എന്നത് സംബന്ധിച്ച് എല്ലാമുള്ള പരാതികൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും MLA ഫണ്ട് ഉപയോഗിച്ച് സഹായിക്കണമെന്നതാണ് ആവശ്യം. സ്കൂൾ ബസ്സില്ലാത്ത പരാതികൾ വന്നിട്ടുണ്ട്. അതിലും MLA ഫണ്ടാണ് അവർ ചോദിക്കുന്നത്. MLA ഫണ്ട് സംബന്ധിച്ച് ഈ പുതിയ വർഷത്തേത് ഗവൺമെന്റ് ഇതുവരെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. തീരുമാനിച്ചു വന്നാലാണ് പയ്യന്നൂരിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെയുള്ള വിഷയങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ സ്കൂളിൽ എത്രയൊക്കെ സഹായിക്കാൻ സാധിക്കും എന്നത് നമുക്ക് ഒരു പരിശോധന നടത്താൻ സാധിക്കുന്നത്. വർക്ക് ടെൻഡർ നടത്തി പണി ആരംഭിച്ചതാണ്. അത് ഇടക്കാലത്ത് നിന്നുപോയതാണ്. അതും ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താം. നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയിലോട്ട് കുഞ്ഞികൃഷ്ണൻ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മുഹൂർത്തത്തിൽ വളരെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗമെന്ന രീതിയിൽ നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ്. നമുക്കറിയാം, VD സതീശൻ സർക്കാർ ആദ്യത്തെ കഴിഞ്ഞ ബജറ്റിൽ തന്നെ ചെറുപുഴ പഞ്ചായത്തിൽ സമാനതകളില്ലാതെ പദ്ധതി വിഹിതങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യം കഞ്ഞുവയലിൽ തന്നെ ഇത്രയും വലിയ തുക ഇടം പിടിച്ചത് പയ്യന്നൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മൾ ഓരോ നിമിഷം കൂടിയായിരിക്കുന്നത്. കാരണം ബജറ്റിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട MLA വിളിച്ച് ചോദിക്കുകയുണ്ടായി,
നമ്മുടെ പയ്യന്നൂരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആദ്യ ബജറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ എന്നോട് ചോദിക്കുവാണ് എന്തിനാണ് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ചില കാര്യങ്ങൾ തരാൻ വേണ്ടിയായിട്ടായിരുന്നു എന്ന് ആവശ്യത്തിൽ പറഞ്ഞു. അപ്പോൾ അതിനെന്താ തന്നോട് വന്ന് സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ നാളെ രാവിലെ പയ്യന്നൂർ എത്തിച്ചു തരട്ടെ എന്ന് ചോദിച്ചു വീട്ടിൽ. അപ്പം പറഞ്ഞു ഞാനത് തിരുവനന്തപുരമാണുള്ളത്, എനിക്ക് വാട്സപ്പിൽ എഴുതിയിട്ട് തന്നോട് വന്ന് വളരെ സ്നേഹത്തോടെ എന്നോട് പറയുകയുണ്ടായി. അപ്പം അങ്ങനെയാണ് നമ്മൾ 5-6 കാര്യങ്ങൾ അന്നത്തെ പെട്ടെന്ന് തന്നെ അന്ന് രാത്രിയിൽ തന്നെ 5-6 കാര്യങ്ങൾ പദ്ധതികൾക്കായിട്ടുള്ളത് എഴുതി ബഹുമാനപ്പെട്ട എംഎൽഎയുടെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. അതെല്ലാം ആദ്യ ബജറ്റിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇന്ന് ഞങ്ങൾ പോകുമ്പോഴും വരണമെങ്കിലും ഉണ്ടാകുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോയത്. എംഎൽഎയുമായി ഉള്ള ആ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വരുന്ന 5 വർഷം ചെറുപുഴ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അതിന് തന്നെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ടൂറിസത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസനത്തിന് കൂടി നമുക്ക് ഒന്നിച്ച് നീങ്ങേണ്ടതുണ്ട്. കുഞ്ഞീശ്വരത്തിലെ പഞ്ചായത്തോട് കാണിച്ച സഹനത്തിനും സ്നേഹത്തിനും പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എംഎൽഎയുടെ രാവിലെ എത്തി ചെറുപുഴ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എംഎൽഎ ആയതിനു ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് പയ്യന്നൂരിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വന്നതെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പുകൾ നടക്കും, ജനവിധിയാണ്, ജനവിധികൾ അങ്ങനെ എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ട ജനവിധികൾ ചില ചരിത്രങ്ങളെ മാറ്റി മറിച്ചുകൊണ്ട് തന്നെ സംഭവിക്കും. അതൊക്കെ കാലത്തിൻ്റെ ഭാവി രീതിയാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇതിനുശേഷം വന്ന ചരിത്രവും നമ്മുടെ ഈ വർഷത്തെ ബജറ്റിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പയ്യന്നൂർ മണ്ഡലത്തിൽ അനുവദിച്ച നിരവധി കാര്യങ്ങളുടെ അവതരിപ്പിക്കുന്നു. ഏതായാലും പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുപുഴ ഒരു UDF പഞ്ചായത്ത് എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് നമ്മൾ കുഞ്ഞീശ്വരനെ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ ഈ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ അനുവദിച്ചിരിക്കുക. ഇപ്പം പറഞ്ഞ 32 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ അനുവദിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്തായിരുന്നു. തീർച്ചയായിട്ടും സാധാരണമാണ്. അതോടൊപ്പം ചെറുപുഴ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ UDF പഞ്ചായത്തിൽ LDF പഞ്ചായത്തിൽ വ്യത്യസ്തമില്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച LDF ഗവൺമെൻറ് വലിയ രീതിയിൽ ഈ പഞ്ചായത്തിന് വികസന രംഗത്ത് വലിയ കുറിപ്പുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് നമുക്ക് വിസ്മരിച്ച് പോകാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ 5 വർഷത്തെ വർഷത്തിൽ 150 കോടി രൂപയുടെ വികസനം ഈ പഞ്ചായത്ത് നമുക്കുണ്ട്. ഇതിൻ്റെ ഏതൊക്കെ കാരണമാണ് ഞാനിപ്പം ഇങ്ങനൊരു മീറ്റിംഗ് പ്രതീക്ഷിച്ചില്ല, ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ കുഞ്ഞീശ്വരൻ പറഞ്ഞ പുയ്യോ ടൗൺ നവീകരണം, ചെറുപുഴ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അതെല്ലാം കഴിഞ്ഞ ബഡ്ജറ്റിലും പൈസ വെച്ചതാണ്. അതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി 3 കോടി രൂപ ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഗവൺമെൻറ് പരിഹരിച്ചിരുന്നു. സ്കൂളുകളാണ് അല്ലെങ്കിൽ 4 സർക്കാർ സ്കൂളുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. വളരെ ഭീകരമായ ഭയാനക മാസങ്ങളാണ് സർക്കാർ സ്കൂളുകൾ കുട്ടികളെണ്ണം എല്ലാവരും പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത് പിന്നീട് നമ്മുടെ PH ഉൾപ്പെടെ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഉദ്ദേശിച്ച ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം ഈ സർക്കാർ സ്കൂളിൽ നേരെ വരുന്ന ഭീഷണി അത് പരിഹാരം നടത്താൻ വേണ്ടി MLA എന്ന നിലയിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് നാം സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് നവേന്ദ്രകുമാർ ബന്ധപ്പെട്ട് മറ്റ് പ്രാദേശിക സംബന്ധിച്ച് നിവേദനം കൊണ്ടുവരും. അത് അനുകൂലമായി
ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.